Mind the gap. ലോകത്തിലെ ആദ്യ ഭൂഗർഭ റെയിൽവേ സംവിധാനമായ ലണ്ടൻ അണ്ടർഗ്രൗണ്ടിൻ്റെ അവിശ്വസനീയമായ കഥ അറിയുന്നതിനായി നമ്മൾ ചരിത്രത്തിൻ്റെ തുരങ്കങ്ങളിലേക്ക് ആഴത്തിലിറങ്ങുകയാണ്. വിക്ടോറിയൻ ലണ്ടന് കീഴിലുള്ള സ്റ്റീം ട്രെയിനുകൾ മുതൽ ഇന്നത്തെ ഹൈടെക് ഗതാഗത ശൃംഖല വരെ ഇത് പ്ലാനിംഗ്, നിശ്ചയദാർഢ്യം, എഞ്ചിനീയറിംഗ്, ദുരന്തം, നവീകരണം, പ്രതിരോധശേഷി എന്നിവയുടെ ചരിത്രമാണ്. ഇതിൻ്റെ എല്ലാം ആരംഭം 19-ാം നൂറ്റാണ്ടിൻ്റെ മധ്യകാലഘട്ടങ്ങളിലായിരുന്നു. അതിവേഗം വളരുന്ന ലണ്ടൻ, അതിൻ്റെ തെരുവുകൾ കുതിരവണ്ടികളും ഒമിനി ബസ്സുകളും സൈക്കിൾ സവാരിക്കാരും കാൽനട യാത്രക്കാരും തുടങ്ങിയവയെല്ലാം കൊണ്ട് വീർപ്പ് മുട്ടി തുടങ്ങി. നഗരത്തിന് ഒരു സമാന്തര ഗതാഗത സംവിധാനം അത്യന്താപേക്ഷിതമായി വന്നു. സാമൂഹിക പരിഷ്കർത്താവും ദർശനാത്മകനായ അഭിഭാഷകനുമായ ചാൾസ് പിയേഴ്സണും കൂട്ടാളികളും ഈ തിരക്ക് കുറയ്ക്കാൻ ഒരു പരിഹാര മാർഗത്തെപ്പറ്റി ചിന്തിച്ചു തുടങ്ങി. ആ ചിന്ത എത്തി നിന്നത് ഭൂഗർഭ റെയിൽവേ എന്ന ആശയത്തിലാണ്. ധാരാളം വെല്ലുവിളികൾക്കുള്ള ഉത്തരം കണ്ടെത്തി മാത്രമേ അണ്ടർഗ്രൗണ്ട് റെയിൽവേക്കുള്ള പ്രാഥമിക ഒരുക്കങ്ങൾ തുടങ്ങാൻ സാധിക്കുമായിരുന്നുള്ളൂ. അന്നേ വരെ ആരും പരീക്ഷിച്ചിട്ടില്ലാത്ത, മുൻകാല അറിവുകളൊന്നുമില്ലാത്ത ഒരു പദ്ധതിയായിരുന്നു ഇത്. തുരക്കാൻ വളരെയധികം പ്രയാസമുള്ള ലണ്ടനിലെ മണ്ണ്, നഗരത്തിലെ റോഡുകളെയും മറ്റു ഭാഗങ്ങളെയും പൊളിച്ച് കുഴിയെടുത്ത് പാളമിടുകയും അതിനെ കവർ ചെയ്ത് തുരങ്കം നിർമ്മിച്ച ശേഷം മണ്ണിട്ട് മൂടുക എന്ന ശ്രമകരമായ ജോലി, പരിമിതമായ വെന്റിലേഷനിൽ സ്റ്റീം ട്രെയിനുകളിൽ നിന്നും വമിക്കുന്ന പുക, ഭീമമായ പണച്ചിലവ്, പരിമിതമായ ഉപകരണങ്ങൾ, തൊഴിലിടങ്ങളിലെ അപകട സാധ്യതകളും പകർച്ചവ്യാധികളും, പൊതുജന മാധ്യമ എതിർപ്പുകൾ, പണി തുടങ്ങുമ്പോഴുണ്ടാകുന്ന നഗരത്തിൻ്റെ സ്തംഭനം, മേൽപ്പറഞ്ഞവയെല്ലാം നിശ്ചയദാർഢ്യത്തോടെ തരണം ചെയ്ത് 1863 ജനുവരി 10 മെട്രോപൊളിറ്റൻ റെയിൽവേയുടെ കീഴിൽ ഇന്നത്തെ പാഡിംഗ്ടൺ മുതൽ ഫാരിംഗ്ടൺ വരെയുള്ള 6 കിലോമീറ്റർ ദൂരം തീവണ്ടി ഓടിത്തുടങ്ങി. 1870-നും 1900-നും ഇടയ്ക്കുള്ള കാലഘട്ടങ്ങളിൽ ഡിസ്ട്രിക്ട് റെയിൽവേ, സർക്കിൾ ലൈൻ തുടങ്ങിയ പുതിയ ലൈനുകളും 1890-ൽ ലോകത്തിലെ ആദ്യത്തെ ഭൂഗർഭ ഇലക്ട്രിക് റെയിൽവേ ആയ ദ സിറ്റി ആൻഡ് ദ സൗത്ത് ലണ്ടൻ റെയിൽവേയും നിലവിൽ വന്നു. ധാരാളം ഇലക്ട്രിക് ട്രെയിനുകൾ ഭൂമിക്കടിയിലൂടെ ഓടിത്തുടങ്ങി. ലെസ്ലി ഗ്രീൻ എന്ന ആർക്കിടെക്റ്റ് ആയിരുന്നു 50-ൽ-അധികം ഭൂഗർഭ സ്റ്റേഷനുകൾ രൂപകൽപ്പന ചെയ്തത്. അമേരിക്കൻ ഫിനാൻഷ്യറായ ചാൾസ് യേക്സ് ആയിരുന്നു 1900-ൻ്റെ ആദ്യ കാലഘട്ടങ്ങളിലെ പ്രധാന നിക്ഷേപകൻ. ലോകമഹായുദ്ധകാലങ്ങളിലെ ബോംബിങ്ങിൽ നിന്ന് രക്ഷപ്പെടാനായി ജനങ്ങൾ അണ്ടർഗ്രൗണ്ട് സ്റ്റേഷനുകളെ ഷെൽട്ടറുകളായി ഉപയോഗിച്ചു. 1943 മാർച്ച് 3 വ്യോമാക്രമണ മുന്നറിയിപ്പിനെ തുടർന്നുണ്ടായ പരിഭ്രാന്തിയിൽ തിക്കിലും തിരക്കിലും പെട്ട് 173 പേർ ബെഥനാൽ ഗ്രീൻ സ്റ്റേഷനിൽ മരിച്ചു. ഭൂഗർഭപാതയിലെ ഏറ്റവും വലിയ സിവിലിയൻ ദുരന്തമായി ഇന്നും അത് തുടരുന്നു. 1975-ലെ മൂർഗേറ്റ് ട്രെയിൻ ക്രാഷും 1987-ലെ കിങ് ക്രോസ് ഫയറും 2005 ജൂലൈ 7-നുണ്ടായ തീവ്രവാദി ആക്രമണങ്ങളും ഇന്നും തീരാവേദനയായി ലണ്ടൻ ട്യൂബിൽ അവശേഷിക്കുന്നു. 1980-കളുടെ തുടക്കം മുതൽ ഭൂഗർഭ റെയിൽവേയുടെ പ്രൗഢിക്ക് മാറ്റുകൂട്ടുന്ന ധാരാളം മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. സ്മാർട്ട് കാർഡ് ടിക്കറ്റിംഗ് സമ്പ്രദായമായ ഓയിസ്റ്റർ കാർഡ് 2003-ലാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. 1999-ൽ ജൂബിലി ലൈൻ എക്സ്റ്റെൻഡ് ചെയ്യുകയും ക്യാനറി വാർഫ് എന്ന ഹൈടെക് സ്റ്റേഷൻ നിലവിൽ വരികയും ചെയ്തു. ട്രാൻസ്പോർട്ട് ഫോർ ലണ്ടൻ്റെ കീഴിൽ 2022-ൽ എലിസബത്ത് ലൈൻ നിലവിൽ വന്നു. ഡ്രൈവറില്ലാതെ ഓടുന്ന ട്രെയിനുകൾ പരീക്ഷണ ഘട്ടങ്ങളിലാണ്. വാട്ടർലൂ അണ്ടർഗ്രൗണ്ട് സ്റ്റേഷനാണ് ഏറ്റവും കൂടുതൽ തിരക്കേറിയ ട്യൂബ് സ്റ്റേഷൻ. ഏറ്റവും നീളം കൂടിയ എസ്കലേറ്റർ ഉള്ളത് ഏഞ്ചൽ സ്റ്റേഷനിലാണ്. ഏകദേശം 60 മീറ്ററാണ് നീളം. എല്ലാ അണ്ടർഗ്രൗണ്ട് ലൈനുകളുമായി കണക്ഷനുള്ള ഒരേ ഒരു ലൈൻ ജൂബിലി ലൈനാണ്. ഗ്രൗണ്ട് ലെവലിൽ നിന്നും 58.5 മീറ്റർ താഴെ സ്ഥിതി ചെയ്യുന്ന ഹാംസ്റ്റഡ് ആണ് ഏറ്റവും ആഴത്തിലുള്ള റെയിൽവേ സ്റ്റേഷൻ. 1933-ൽ ഹാരി ബാഗ് ആണ് ആദ്യമായി അണ്ടർഗ്രൗണ്ട് മാപ്പ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഇന്ന്
11 ലൈനുകളും 272 സ്റ്റേഷനുകളുമായി ലണ്ടൻ നഗരത്തിൻ്റെ അടിയിലൂടെ തലങ്ങും വിലങ്ങും ഏകദേശം 402 കിലോമീറ്റർ ദൂരത്തിൽ ഭൂഗർഭ ട്രെയിനുകൾ കുതിച്ചു പായുന്നു. പ്രതിവർഷം 130 കോടിയിലധികം യാത്രകൾ നടക്കുന്നു. നീരാവി എഞ്ചിനുകൾ മുതൽ സ്മാർട്ട് കാർഡ് വരെ ലണ്ടൻ അണ്ടർഗ്രൗണ്ട് 160 വർഷത്തിലേറെയായി ആളുകളെയും വഹിച്ചുകൊണ്ട് പായുകയാണ്, നഗരത്തെ രൂപപ്പെടുത്തുകയാണ്. ഇത് ഒരു ഗതാഗത ശൃംഖല മാത്രമല്ല, നിശ്ചയദാർഢ്യത്തിൻ്റെയും കഴിവിൻ്റെയും ഒത്തൊരുമയുടെയും പ്രതീകം കൂടിയാണ്.